ആ, ഹലോ ഫ്രണ്ട്സ്. നമ്മുടെ തെങ്ങ് കൃഷിയിൽ ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിനെപ്പറ്റി ഒരു 2 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ വേനൽ കഴിഞ്ഞ് നമ്മൾ മഴക്കാലത്തിലേക്ക് കടക്കുന്ന ആ ഒരു സമയം, ഓക്കെ. അപ്പോൾ മഴ തെങ്ങുകൾക്ക് നല്ലതാണ്. ആ വേനൽ കഴിഞ്ഞ് ആ മഴ പെയ്യുന്നതോടുകൂടി തെങ്ങുകളെല്ലാം നന്നായിട്ട് കൂമ്പെടുത്ത് നല്ല രീതിയിൽ ആ തെങ്ങുകൾ നല്ല പുഷ്ടിയോടെ വളരും. പക്ഷേ നമ്മൾ ഈ മിഥുനം കർക്കിടക മാസം, അതായത് കാലവർഷം ആരംഭിക്കുന്ന ഒരു മെയ് അവസാനത്തോടു കൂടി നമ്മൾ കാലവർഷം ആരംഭിക്കുക. അങ്ങനെ തുടർച്ചയായ മഴ വരുന്ന ആ സമയത്ത് നമ്മൾ ഈ തെങ്ങുകളുടെ ഓലയ്ക്കെല്ലാം കംപ്ലീറ്റ് ഒരു പഴുപ്പ് വന്നിട്ട് അതിനൊരു യെല്ലോ കളറിലേക്ക് വരും. അതായത് ആ ഓല കേട് പിടിച്ച് അതിന് അഴുകി പോവുകയാണ്. അത് നമുക്ക് നോക്കിയാൽ അറിയാം. മഴക്കാലത്ത് അതിന് മുഴുവൻ ഒരു മഞ്ഞ കളറായ ഓല പോകും. അത് തെങ്ങിൻ്റെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട നിർബന്ധമായും കൊടുക്കേണ്ട ഒരു കാര്യമാണ് മഗ്നീഷ്യം സൾഫേറ്റ്. അത് നമ്മൾ വളക്കടയിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു പഞ്ചസാര പോലെയുള്ള തരിതരിയായിട്ടുള്ള ഒരു വെളുത്ത പൊടിയാണ്. ഒറ്റ നോട്ടത്തിൽ ഉപ്പോ പഞ്ചസാര പോലെ തരിതരിയായിട്ട് കിടക്കും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ഒരു തെങ്ങിന് ഒരു 100 ഗ്രാം, അത് ധാരാളം മതിയാവും. അത് ഇങ്ങനെ നമ്മൾ തെങ്ങിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വട്ടത്തിൽ തൂളി കൊടുത്താൽ മതി. നമ്മൾ മണ്ണ് മാറ്റി അതിന് മണ്ണിട്ട് മൂടുകയോ ഒന്നും വേണ്ട. വെറുതെ ഇങ്ങനെ തൂളി കൊടുത്താൽ മതി. മഴ പെയ്യുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് അലിഞ്ഞ് തെങ്ങ് അതിൻ്റെ വേരുകൾ അത് വലിച്ചോളും. ഇപ്പം നോക്കി, ഇത് നല്ല മഴയിൽ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ നല്ല മഴയുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഇത് മഴക്കാലം തുടങ്ങുന്ന ആ ടൈമിൽ ഞാൻ ഇതിന് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്തിരിക്കുന്നതാണ്. തെങ്ങിൻ്റെ ഓലകളെല്ലാം നോക്കി വളരെ പച്ചപ്പോടുകൂടി ഒരു കേടുമില്ലാതെ നന്നായിട്ട് ഈ തെങ്ങുകൾ നിൽക്കുന്നു. അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് ഇതാണ് ഞാനിത് കാണിച്ചിരിക്കുന്ന മഗ്നീഷ്യം സൾഫേറ്റ്. ജസ്റ്റ് നിങ്ങളിതുകൊണ്ട് തൂളി കൊടുത്താൽ മതി ഇതുപോലെ. താങ്ക് യു.